71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ ജേതാക്കൾ. പുന്നമടയിലെ ഓളങ്ങൾക്ക് തീപിടിപ്പിച്ച മണിക്കൂറുകൾക്കൊടുവിൽ മൈക്രോ സെക്കൻഡുകൾക്കായിരുന്നു വിയപുരത്തിന്റെ വീരവിജയം. കഴിഞ്ഞ തവണ ഫൈനലിൽ പരാജയപ്പെട്ട വിബിസിക്ക് ഇതൊരു മധുര പ്രതികാരം കൂടിയായി. ആവേശപ്പോരിൽ നടുഭാഗം ചുണ്ടൻ രണ്ടാമതെത്തിയപ്പോൾ പള്ളാത്തുരുത്തി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഒന്നിൽ വിയപുരം മേൽപ്പാടൻ, രണ്ടിൽ നിരണം, മൂന്നിൽ നടുഭാഗം, നാലിൽ വിയപുരം. ഒരുപോലെ ഒപ്പത്തിനൊപ്പം ഇഞ്ചു വിടാതെ ആരാണ് മുൻപിൽ ചോദ്യങ്ങൾ ഏറെയാണ്. ഇതാ വിജയത്തിന്റെ വിജയഗാഥരയിക്കുന്നവര്, ഓളപ്പരപ്പിലേക്ക് ഇടിനാദം പോലെ കടന്നു പോകുന്നവര്, അങ്ങനെ ആവേശത്തിന്റെ തിരമാലകള് ആർപ്പവിളിയുടെ താളത്തില് ആവേശത്തിന്റെ ഉൾക്കരുത്തില് കടന്നു പോകുന്നു. മേൽപ്പാടവും നിരണവും നടുഭാഗവും വിയപുരവും കടന്നു പോകുന്നു. മനീഷ് ഐഷാം എത്തിച്ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഫോട്ടോ ഫിനിഷിൽ നഷ്ടമായ കിരീടം മറ്റൊരു ഫോട്ടോ ഫിനിഷിൽ കൈയടക്കി വിയപുരം. എത്രത്തോളം ആവേശകരമായിരുന്നു ഇത്തവണത്തെ നെഹ്റു ട്രോഫി? ആവേശം അടിമുടി നിറഞ്ഞ 71ാമത് നെഹ്റു ട്രോഫിയിൽ വിയപുരം ചുണ്ടനാണ് കിരീടം ചൂടിയിരിക്കുന്നത്. വില്ലേജ് ബോട്ട് ക്ലബ്ബ്, അതായത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി തുഴഞ്ഞ വിയപുരം ചുണ്ടനാണ് ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മൈക്രോ സെക്കൻഡുകൾക്കാണ് അവർക്ക് കിരീടം നഷ്ടമായതെങ്കിൽ ഇക്കുറി അവർ അതേ മൈക്രോ സെക്കൻഡുകൾക്കാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുമായിട്ടായിരുന്നു ശക്തമായ മത്സരം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് പല വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും BBC കിരീടം കൈവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനേക്കുള്ള ഒരു മധുര പ്രതികാരമാണ് അവർ വീട്ടിയത്. 1986, 87 വർഷങ്ങളിൽ നേരത്തെ ഈ BBC ആയിരുന്നു കിരീടം നേടിയിരുന്നത്. പക്ഷേ ഒരു ഹാട്രിക് കിരീടം നേടുന്നതിന് അവരെ തടഞ്ഞത് പള്ളാത്തുരുത്തിയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇക്കുറി പള്ളാത്തുരുത്തി ഡബിൾ ഹാട്രിക് എന്നൊരു സ്വപ്ന നേട്ടവുമായി വന്നപ്പോൾ അവരെയും തടയാൻ BBC കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഒരു മധുര പ്രതികാരമാണ് BBCയുടെ ഭാഗത്തുണ്ടായത്. അടിമുടി ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു. ഏറ്റവും ഒടുവിൽ നടുഭാഗം ചുണ്ടിനെതിരെ ഒരു പരാതി ഉയർന്നതിനെ തുടർന്ന് നിലവിൽ ഇപ്പോൾ ആദ്യ സ്ഥാനക്കാരെ മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള വിയപുരമാണ് ഒന്നാം സ്ഥാനക്കാർ. 2, 3, 4 സ്ഥാനം അത് പരാതി നൽകിയതുകൊണ്ട് തന്നെ അത് ഇവിടുത്തെ ടെക്നിക്കൽ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട് ചില പരിശോധനകൾ പൂർത്തിയാക്കും. ആ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും 2, 3, 4 സ്ഥാനക്കാർ ആരാന്നുള്ള കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുക. എന്തായാലും വീറോടെ എത്തിയ വിയപുരം കിരീടം നേടിയിരിക്കുന്നു. വിയപുരത്തിന് വേണ്ടി തുഴയെറിഞ്ഞത് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്.